നാൻസി. ഞാൻ ഇന്നൊരു മാങ്ങാക്കറിയാണ് വെക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ മാങ്ങേൻ്റെ സീസണൊക്കെ ആയല്ലോ. അപ്പം മോര് കറീനെ കഴിഞ്ഞും ടേസ്റ്റിയാണ് നമ്മൾ മാങ്ങാക്കറി വെച്ചാൽ. പക്ഷേ ഒരു 2-3-4 ദിവസം നമുക്ക് ഇരിക്കുകയും ചെയ്യും മാങ്ങാക്കറി. ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. മാങ്ങാക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പം നമ്മളൊരു 2 മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 സവോള, ഒരു 4 ചെറിയുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു സ്പൂണ് കാശ്മീരി പൊടി, പിന്നെ കരിവേപ്പില, മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി, 2-3 സ്പൂൺ എടുക്കാം നമുക്ക് മല്ലിപ്പൊടി. അത്രയും സാധനമാണ് വേണ്ടത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ബാക്കി മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് സവോള, ഇത് നൈസായിട്ട് അരിഞ്ഞ 2 സവോളയാണ്, 4 ചെറിയുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു സ്പൂണ് കാശ്മീരി പൊടി, ഇത് മല്ലിപ്പൊടിയാണ്, മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂണ് ഉപ്പുപൊടി. ഇനി ഇത് നന്നായിട്ട് കൈക്കാണ് തിരുമ്മി കൂട്ടുന്നത്. നന്നായിട്ട് ഇത് കൈ കൊണ്ട് തിരുമ്മണം. ഈ തിരുമ്മിലാണ് ഈ കറി റെഡിയാവേണ്ടത്. വെന്തല്ല ഈ കറി റെഡിയാവേണ്ടത്. ഇത് നമ്മളുടെ തിരുമ്മിയാണ് ഈ കറി റെഡിയാവേണ്ടത്. ഇത് ഏകദേശം തിരുമ്മി റെഡി ആയിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാണ്. ഇതേപോലെ നന്നായിട്ട് ഇത് തിരുമ്മിയെടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ ഇത് തിരുമ്മി കൂട്ടണം. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് മാങ്ങയാണ്. ഒരു 2 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി മാങ്ങയും കൂട്ടി ഒന്ന് തിരുമുക. ഞാനിതിപ്പോൾ അടുപ്പിൽ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് തിരുമുകയെന്നുള്ളേ, തീയൊന്നും കത്തിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് ഈ മാങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ തിരുമുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ തീ കത്തിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും. ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് നേരം ചെറുതായിട്ട് തീ കത്തിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കും, ചെറുതായിട്ടൊന്ന് വേകാൻ. ആ 2ാം പാലിൽ കിടന്നിട്ടാണ് ഇതൊന്ന് വേകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ആദ്യത്തെ പാൽ ഒഴിക്കുന്നത്. സ്റ്റൗ കത്തിച്ചു. നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എല്ലാ കൂട്ടാണ് മാങ്ങേൻ്റെ, അത് നമുക്കൊന്ന് വഴട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് 2ാം പാൽ ഒഴിച്ച് തിളപ്പിക്കാം. ഇത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ നേരത്തെ ചേർത്ത വെളിച്ചെണ്ണയാണ് ഇതിനകത്തുള്ളത്. പിന്നെ മാങ്ങേൻ്റെ വെള്ളവും പിന്നെ ഉള്ളീൻ്റെ വെള്ളവും. വെള്ളം അത്യാവശ്യം നനവുണ്ട്, അത് മതി നമുക്ക് വാട്ടാൻ. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതാണ് തേങ്ങേൻ്റെ 2ാം പാൽ എടുത്ത് വെച്ചതാണ് നമ്മൾ. അപ്പോൾ ഈ 2ാം പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വേവിക്കുന്നത്. ഒന്ന് തിളച്ച് 2-3 തിള തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് വേകും. മാങ്ങയൊന്നും ഉടഞ്ഞു പോകരുത്. മാങ്ങയൊക്കെ മാങ്ങയായിട്ട് തന്നെ കിടക്കണം. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഇതിന് ഉപ്പ് കുറവാണ്. ഞാനൊരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു. ഇത് 2 മിനിറ്റ് ആയുള്ളൂ. 2 മിനിറ്റ് ആയപ്പോൾ തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാല് ചേർക്കാം. തേങ്ങേൻ്റെ പാലാട്ടോ എടുത്തിരിക്കുന്നത്. വലിയ തേങ്ങയല്ല, ഒരു മീഡിയം തേങ്ങേൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്.
ഇതിപ്പം കറി റെഡിയായി, നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് വറവിടാം. ഒരു 2 സ്പൂൺ എണ്ണ ചൂടായി. നമുക്കൊരു ഇത്തിരി കടുക് നന്നായിട്ട് പൊട്ടി. വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ട്, കുറച്ച് കരിവേപ്പില, വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചേർക്കാം. അപ്പം മാങ്ങാക്കറി റെഡിയാണ്. 5 മിനിറ്റ് മതി ഈ മാങ്ങാക്കറി വെക്കാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയ മാങ്ങാക്കറിയാണിത്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് എൻ്റെ അയൽവാസിയായ ബാബുച്ചേട്ടനുണ്ട്. അപ്പം ബാബുച്ചേട്ടന് ഞാൻ കൊടുക്കട്ടെ. ബാബുച്ചേട്ടാ, പിന്നെ ഇച്ചിരി കറി ഒഴിക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറ. സൂപ്പറാണ്. ഇതുപോലെ നല്ലൊരു കറി ഞാൻ ആയുസ് കഴിച്ചിട്ടേ ഇല്ല. ഇല്ല? ആദ്യമായിട്ട് കഴിക്കണോ? മാങ്ങക്കറി ബാബുച്ചേട്ടന് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.